ജൂതന്മാരും അതേപോലെ തന്നെ ബഹുദൈവ വിശ്വാസികളും. ഇതാണ് വിശ്വാസികളുമായിട്ട് ഏറ്റവും കടുത്ത ശത്രുതയുള്ളവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കിയ വഹിയെ നമ്മൾ മനസ്സിലാക്കുന്ന, നമ്മൾ ഓതുന്ന ഖുർആനിലെ വ്യക്തമായിട്ടുള്ളതല്ലേ. വലതജിദന്ന അഖറബഹും മവദ്ദത്തൻ ലില്ലദീന ആമനുല്ലദീന ഖാലൂ ഇന്നാ നസ്വാറ. വിശുദ്ധ ഖുർആൻ പറയുന്നത് വളരെ പരമസത്യമാണ്. വിശ്വാസികളോട് അടുപ്പമുള്ളവർ, സ്നേഹബന്ധം കൊണ്ട് ഏറ്റവും അടുപ്പമുള്ളവർ ഞങ്ങൾ നസ്വാറാക്കളാണ് എന്ന് പറയുന്ന ക്രിസ്തീയ വിഭാഗമാണ്. ഇത് പെട്ടെന്ന് മനസ്സിലാവില്ല. നമ്മളെ ആശയം കൊണ്ട് ചിലപ്പോൾ നേരിടാൻ ഏറ്റവും പ്രത്യക്ഷത നിൽക്കുന്നത് ക്രിസ്ത്യാനികളായിരിക്കും പുറത്തു കാണുക. അങ്ങനെയല്ല ഖുർആൻ പറയുന്നത്. സമകാലിക വെല്ലുവിളികൾ, പണ്ഡിയ ദൗത്യം, ഇതാണ് നമ്മുടെ ശീർഷകം ചർച്ചയ്ക്കുള്ളത്. വെല്ലുവിളികളോടൊപ്പമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ദീനിനെ അല്ലാഹു തആല സംവിധാനിച്ചിട്ടുള്ളത് തന്നെ. നമുക്കറിയാം, ഹഖ് തആല ആ ഹക്കിൻ്റെ ആശയങ്ങളും ഹക്ക് പറഞ്ഞു തരുന്നതുമാണ്. ഹക്ക് സത്യം നമ്മൾ പറയുന്നത്, പരമസത്യത്തിൻ്റെ ആശയങ്ങൾ. ആ പരമസത്യമായ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ച ഒരു സമൂഹമാക്കി അവരിലേക്ക് തൻ്റെ ഹുദ നൽകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതിന് മുൻപേ അള്ളാഹു സൃഷ്ടിച്ചത് ഹക്കിൻ്റെ പ്രതിയോഗിയായി ബാത്തിലിനെയാണ്. നമുക്കറിയാം പിശാച്ചിൻ്റെ പേരാണ് ബാത്തിൽ. ആ ബാത്തിൽ നൽകുന്ന എല്ലാ ആശയങ്ങളും ബാത്തിൽ തന്നെ. ബാത്തിലായ ആശയങ്ങൾ ഏതൊക്കെയുണ്ടോ അത് ബാത്തിൽ എന്ന പിശാച്ചിൽ നിന്ന് വരുന്ന ആശയങ്ങളാണ്. ആ ബാത്തിലിനെ ആദ്യം സൃഷ്ടിച്ചിട്ടാണല്ലോ നമ്മൾ മനുഷ്യരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുന്നത്. മനുഷ്യന്റെ ആജന്മ ശത്രുവായി ആ ബാത്തിലിനെ അല്ലാഹു തആല മനസ്സിലാക്കി തരികയും മനുഷ്യ പിതാവിന് അത് ബോധ്യപ്പെടുത്തുകയും നമ്മൾ മക്കൾ എല്ലാവർക്കും ബാധകമാകുന്ന വിധത്തിൽ അല്ലാഹു തആല അപ്പോൾ മുതൽക്കു തന്നെ അമ്പിയാക്കന്മാരിലൂടെ ആ പിശാചിനെ കുറിച്ച് പ്രത്യേകം ബോധീകരിക്കുകയും ചെയ്തുകൊണ്ടാണ് അല്ലാഹു ഈ പരീക്ഷണത്തിന്റെ ലോകത്ത് അല്ലാഹുവിന്റെ ദീനിനെ, ഹക്ക് തആല നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ വെല്ലുവിളിക്ക് വേണ്ട എല്ലാ ഒരുക്കങ്ങളും ഹക്ക് തആലയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന റഹ്മത്ത് പോലെ, പടച്ചവന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന സഹായം പോലെ, ഈ സഹായം ലഭ്യമാകുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ പോലെ അതിനുള്ള വഴിയും സാഹചര്യവും ഈ ഹക്കിൽ നിന്ന് തിരിക്കാനും തെറ്റിക്കാനുമുള്ള സാഹചര്യം ബാത്തിൽ എന്ന ആ പിശാച്ചിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിട്ടുണ്ട്. മനുഷ്യന്റെ എല്ലാ ശാരീരിക അംശങ്ങളെക്കുറിച്ചും ആ അംശങ്ങളുടെ പ്രത്യേകതകളെക്കുറിച്ചും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ആ ഗുണങ്ങളുടെ ദൂഷ്യങ്ങളെക്കുറിച്ചുമെല്ലാം ഈ പിശാച്ച് പൂർണ്ണമായും ബോധവാനുമാണ്. ഒരിക്കലും അശ്രദ്ധനായി പോകാത്ത പിശാച്ചാണ് നമ്മുടെ ശത്രു. ആ പിശാച്ചിന്റെ ആശയങ്ങളാണ് നമുക്ക് എപ്പോഴുമുള്ള ശത്രു. അതിന്റെ ശേഷമാണ് മനുഷ്യനെ അല്ലാഹു തആല സൃഷ്ടിക്കുന്നത്. സൃഷ്ടിച്ച മനുഷ്യരുടെ ഒരു 10 തലമുറ ആദം നബി അലൈഹിസ്സലാമിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസപരമായി, ആദർശപരമായി തൗഹീദ് എന്ന ആ ആശയത്തിൽ തന്നെ മനുഷ്യനെ നയിക്കുകയാണ്. ശിർക്കില്ല, കുഫറുമില്ല, തൗഹീദ് തന്നെയാണ് ഈ 10 തലമുറകൾക്കുള്ളത്. ശേഷമാണ് പിശാചിന്റെ ഭാഗത്ത് നിന്ന് ഈ തൗഹീദിന് വിരുദ്ധമായ ശിർക്ക്, ബഹുദൈവ വിശ്വാസം എന്ന ആ ഒരാശയം പിശാച് ഉണ്ടാക്കി തീർക്കുന്നതും അതിനുള്ള വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും വ്യാജ ദൈവങ്ങളെയുമൊക്കെ മനുഷ്യനെ അതിലേക്ക് ദുർബോധനം നൽകി തിരിക്കുന്നതുമെല്ലാം 10 തലമുറകൾ കഴിഞ്ഞ ശേഷമാണ്. എന്നാൽ 10 തലമുറകൾക്ക് മുൻപും ആ 10 തലമുറകൾക്കുള്ളിലും പിശാചിന്റെ ശ്രമങ്ങളുണ്ട്. തൗഹീദിന്റെയും വിശ്വാസത്തിന്റെയും ഭാഗത്തല്ല. ആദം നബി അലൈഹിസ്സലാമിന്റെ നേരിട്ടുള്ള 2 മക്കൾ ഹാബീൽ, കാബീലിന്റെ സംഭവം നമുക്കറിയാലോ.
സഹോദരനാണല്ലോ സഹോദരനെ വധിക്കുന്നത്. സഹോദരൻ ഈ സഹോദരനെ വധിക്കാനിടയാക്കുന്ന തരത്തിലുള്ള അസൂയ നൽകി, അസൂയ ജ്വലിപ്പിച്ച് ആ അസൂയയുടെ അടിസ്ഥാനത്തിൽ സ്വന്തം സഹോദരനെ കൊന്നിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഴിയിൽ നിന്നും സത്യത്തിൽ നിന്നും സത്യത്തിന്റെ ആശയങ്ങളിൽ നിന്നും വ്യതിചലിപ്പിക്കാനുള്ള അന്നത്തെ പരിശ്രമവും ഇബ്ലീസ് നടത്തുന്നുണ്ട്. അപ്പൊ ബാത്തിലിന്റെ ഈ ആശയങ്ങൾ മഅസിയത്തുകൾ പാപങ്ങളായും വിശ്വാസരാഹിത്യം കുഫ്ർ അതുപോലെ തന്നെ ശിർക്ക് ഇതൊക്കെയായും സമൂഹത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചിലൂടെ ഒരുപാട് കാലം അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി പോന്നിട്ടുണ്ട്. പിന്നീട് ഇങ്ങോട്ട് വന്ന എല്ലാ അംബിയ മുർസലുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്കിനെതിരെയുള്ള പ്രബോധകരായിട്ടാണല്ലോ നിയോഗിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ കലിമയുടെ ധ്വനി തന്നെ അതാണല്ലോ, ശിർക്കിനെതിരെയുള്ള പ്രഖ്യാപനമാണല്ലോ. അപ്പൊ ശിർക്കിനെതിരെയുള്ള പ്രഖ്യാപനവും ആശയവുമായിട്ടാണ് ബാക്കി അംബിയ മുർസലുകളെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചത്. ഇനി അവസാനം ദീന് സമ്പൂർണമാക്കുമ്പോൾ ആശയപരമായും ആദർശപരമായും വിശ്വാസപരമായും സാംസ്കാരികമായും ധാർമ്മികമായും നൽകേണ്ട എല്ലാ തരത്തിലുള്ള നിയമങ്ങളും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ സമ്പൂർണമായി അല്ലാഹു തആല അവതരിപ്പിക്കുമ്പോൾ അതിനു മുൻപ് സാഹചര്യം അല്ലാഹു ഒരുക്കിയതും കടുത്ത ജാഹിലിയത്തിനെ ലോകത്താസകലം വ്യാപകമാക്കിക്കൊണ്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ 6 നൂറ്റാണ്ട് കാലം ഒരു പ്രവാചകന്റെ സാന്നിധ്യമില്ലാതെ, അല്ലാഹു തആല പരിശുദ്ധമായി സൃഷ്ടിച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെ സാന്നിധ്യമില്ലാതെ കേവലം ജാഹിലിയത്തു തന്നെയായിരുന്നല്ലോ, ഇരുട്ട് തന്നെയായിരുന്നല്ലോ ലോകത്താസകലം. ഈ ഇരുട്ടിന് ശേഷമാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പൂർണ്ണ ദീനിനെ അവതരിപ്പിക്കുന്നത്. ആ സമ്പൂർണ്ണ ദീനാണ് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട്, അവന്റെ അനുഗ്രഹം കൊണ്ട്, ഫളല് കൊണ്ട് നമുക്ക് ലഭിച്ചത്. അൽഹംദുലില്ലാഹ്, നമ്മൾ എത്ര വലിയ ഭാഗ്യവാന്മാരാണ്. ഏതെല്ലാം തരത്തിൽ ജാഹിലിയത്ത് കൊടികുത്തി വാഴുമോ, ജാഹിലിയത്തിന് ഏതെല്ലാം ഇടങ്ങളുണ്ടോ, എന്തെല്ലാം സാഹചര്യങ്ങളുണ്ടോ, ആ സാഹചര്യങ്ങളും ഇടങ്ങളുമെല്ലാം ലോകത്ത് മൊത്തമായി പ്രചരിച്ച ശേഷം വ്യാപകമായ ശേഷം ഇതിനെതിരെയുള്ള വെളിച്ചവുമായാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കുന്നത്. ആ നിയോഗിച്ച ആശയത്തിന്റെ കൂടെ ഇവിടെ വിഷയാവതരണത്തിൽ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ എന്നെന്നും ഈ നൂറിനെ കെടുത്തിക്കളയാൻ പറ്റാത്ത വിധം, അത് ശോഭിച്ചു നിൽക്കാൻ പറ്റുന്ന വിധമുള്ള ഒരു സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ കൂടെ വച്ചിട്ടുണ്ട്. അല്ലാഹു തആലാന്റെ വെളിച്ചം മറ്റൊരായത്തിൽ വായ കൊണ്ട് ഊതിക്കെടുത്താൻ വേണ്ടി ശ്രമിക്കുക എന്ന അല്ലാഹു തആലാന്റെ തിരുവെളിച്ചത്തെ ഈ വൈദ്യുതിയുടെ വെളിച്ചം നോക്കിയാൽ തന്നെ നമുക്കറിയാലോ, ഈ വെളിച്ചത്തെ ഊതിക്കെടുത്താൻ ശ്രമിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ ഊതിക്കെടുക്കാനോ എത്താനോ പറ്റാത്ത തരത്തിലുള്ള ഒരു വെളിച്ചമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തനബിയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്ന വെളിച്ചം. ഈ വെളിച്ചത്തെ വായ കൊണ്ട് ഊതിക്കെടുത്താൻ ശ്രമിക്കുക എന്ന് പറയുന്ന വൃഥാവേല ചെയ്യുന്ന ആൾക്കാരാണ് ഇസ്ലാമിന്റെ ശത്രുക്കളായി എപ്പോഴും ഉണ്ടാക്കുക എന്ന് വെച്ച് വെല്ലുവിളികളിൽ നല്ല ഈ പറയുന്നതിനർത്ഥം. ഒരിക്കലും ഈ വെളിച്ചത്തെ കെടുത്തിക്കളയാൻ, തീർച്ചും നിഷ്പ്രഭമാക്കാൻ അവർക്ക് സാധ്യമല്ല. ഇത് ജ്വലിച്ചു നിൽക്കുക തന്നെ ചെയ്യും. വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ വല്ലാഹു ഗാലിബുൻ അലാ അംരിഹി. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതാണല്ലോ. അള്ളാഹുവിന്റെ അസീസ് എന്ന ആ സിഫത്തു തന്നെ അള്ളാഹുവിന്റെ ദീനിനും അള്ളാഹുവിന്റെ ഹക്കിനും അള്ളാഹുവിന്റെ സിഫത്തിനും അള്ളാഹു നിശ്ചയിച്ച അഹ്കാമിനും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി, അത് സ്വീകരിച്ച ആളുകൾക്ക് ആ ഇസ്സത്ത് അള്ളാഹു തആല പ്രഖ്യാപിച്ചുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദീൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെ അവതരിപ്പിച്ചിട്ടുള്ള ഈ ദീൻ ജ്വലിച്ചു നിൽക്കുക തന്നെ ചെയ്യും. പക്ഷെ ജ്വലിച്ചു നിൽക്കുമെങ്കിലും കാലാകാലങ്ങളിൽ അതിനു മുൻപ് നടന്ന സമൂഹങ്ങളിൽ ഉണ്ടായിട്ടുള്ളതിന്റെ എല്ലാം ആവർത്തനം
പ്രത്യേക രൂപങ്ങളിൽ, പ്രത്യേക ശൈലിയിൽ, കാലത്തിന്റെ പരിഷ്കാരങ്ങളെല്ലാം ഒത്തുകൊണ്ട് തന്നെ, അതാണ് ഇബ്ലീസിന്റെ പണി തന്നെ, ബാത്തിലിന്റെ പണി തന്നെ. ബാത്തില് ഇവിടെ നിലനിൽക്കാൻ ബാത്തില് അലങ്കൃതമാക്കുക, സന്തോഷകരമാക്കി തരിക, ആകർഷകമാക്കി തരിക, ഇതാണല്ലോ ശൈത്താന്റെ പണി. ഈ ലോകത്തെ ഒട്ടാകെ അലങ്കരിച്ച് ഇതിന്റെ പ്രൗഢിയും ഇതിന്റെ ചൊങ്കും ഇതിന്റെ മുഞ്ചും ഇതിന്റെ അഴകുമെല്ലാം വ്യക്തമാക്കി തന്ന് പറ്റിക്കും പോലെ തന്നെ ആശയങ്ങളുടെയും ഭംഗിയും സ്വീകാര്യതയും അഴകും മുഞ്ചുമൊക്കെ കൂട്ടി കുഴപ്പുകൂട്ടി ഇത് സമൂഹത്തിൽ മനുഷ്യരിൽ വ്യാപിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ശത്രുവാണ് ജാഗ്രതയോടുകൂടെ നമ്മുടെ മുമ്പിലുള്ളത്. ഒരിക്കലും ഇബ്ലീസിന് ജാഗ്രതക്കുറവില്ല എന്ന് വിശുദ്ധ ഖുർആനും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനങ്ങളും നമ്മളെ എപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഉറങ്ങുമ്പോഴും ജാഗ്രതയോടുകൂടി നിൽക്കുന്ന ബാത്തിലാണ് ഇബ്ലീസ്, ഇബ്ലീസിന്റെ കൂട്ടരും. ആ ഇബ്ലീസിന്റെ കൂട്ടരും ഉണ്ടാക്കി തീർക്കുന്ന എല്ലാതരം വെല്ലുവിളികളും എല്ലാ കാലത്തും ഉണ്ടാകും. നമ്മുടെ വർത്തമാന കാലത്ത് അതിനനുയോജ്യമായ വെല്ലുവിളികൾ ഉണ്ടാകും. ഓരോ വെല്ലുവിളികളും കടുത്ത് വരികയല്ലാതെ കുറഞ്ഞു വരില്ല. കാരണം വെല്ലുവിളികളിൽപ്പെട്ട് വെല്ലുവിളികൾ ഉലഞ്ഞ് പിഴക്കാനും പിഴച്ചു പോകാനുമുള്ള സാധ്യതകൾ കൂടുതൽ വരികയുള്ള കാലം അധികം ചെല്ലുമ്പോൾ വരിക. അവസാന നരകത്തിലേക്ക് വേണ്ട ആളുകൾ മാത്രം ബാക്കിയാകുന്ന ഒരു പരുവത്തിൽ വെക്കുക. വലിയ അതൊക്കെ അല്ലാഹു തആല വെച്ചിട്ടുള്ളത് ഇപ്പോഴും വന്നിട്ടില്ല. നമ്മൾ അറിയുന്നത് ദജ്ജാല് ഇങ്ങനെ വരാൻ ഇരിക്കണുള്ളൂ, യജൂജ് മൗജൂജ് ഇതൊക്കെ വരാനിരിക്കണുള്ളൂ. ഇതിൻ്റെയൊക്കെ ഫിത്തനകളൊന്നും ഇപ്പം നമ്മൾ അനുഭവിക്കുന്നില്ല. അവിടേക്കൊന്നും ഇപ്പം നമ്മൾ എത്തിയില്ല. നമ്മൾ വായിച്ചിട്ടുള്ളതെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതെന്നും ഇപ്പോൾ വന്നിട്ടില്ലല്ലോ. അപ്പോൾ വന്നതൊന്നും അല്ല വലുത്, അതിലും വലുത് മാളത്തിലിരിക്കുന്നുണ്ട്, ഒരുപാട് വരാനുണ്ട്. പക്ഷേ ഇതുവരെ അത്തരം വലിയ ഫിത്തനകളൊക്കെ വരുന്നത് വരെ ഏറെക്കുറെ വന്നതിൻ്റെ ആവർത്തനം തന്നെയാണ്. ആ ആവർത്തനത്തിനനുസരിച്ച് അതിനെ പ്രതിരോധിക്കാനും തടയാനും ഹക്കിനെ ജ്വലിപ്പിച്ചു നിർത്താനുമുള്ള ആളുകളോ കുറഞ്ഞു വരികയും ചെയ്യും. അതിനെതിരിൽ ഊതിക്കെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ കൂടി വരും. ഈ ഒരു വ്യത്യാസം മാത്രമേ കാലം പുതുതായി ഇനി വരുന്ന കാലഘട്ടങ്ങളിലൊക്കെയും നമ്മൾ പേടിക്കേണ്ടതുള്ളൂ. പക്ഷേ ഇസ്ലാം എപ്പോഴും ജ്വലിച്ചു നിൽക്കും. അപ്പൊ നമ്മുടെ കാലത്ത്, വർത്തമാന കാലത്ത് നമ്മൾ ഇതിന്റെ ജ്വാല, ഇതിന്റെ പ്രകാശം ജ്വലിപ്പിച്ചു നിർത്താൻ വേണ്ടി ശ്രമിക്കണം. ഇത് തന്നെയാണ് നമുക്ക് വേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട ഈ സംവിധാനത്തിന്റെ ബിൽ ഹിക്മ അതിനെ കൊണ്ട് ഇതെങ്ങനെ ഉണ്ടായ പേരാണെങ്കിലും ഇംഗ്ലീഷ് അക്ഷരങ്ങൾ കൂട്ടി ചേർത്തൊക്കെ ഉണ്ടായ പേരായിരിക്കാം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദൂ ഇലാ സബീൽ റബ്ബിക ബിൽ ഹിക്മ എന്നാണ് പറഞ്ഞുള്ളത്. ആ ഹിക്മത്ത് തന്നെയാണ് ഇസ്ലാമിക ദഅവത്തിന്റെ ഏറ്റവും പ്രധാനമായ ഉപാധിയും ഇത് തന്നെയാണ്. ഹിക്മത്ത്, ഖണ്ഡിതമായ ലക്ഷ്യങ്ങൾ, ഉറച്ച ലക്ഷ്യങ്ങൾ, സുദൃഢമായ ലക്ഷ്യങ്ങൾ. ഈ സുദൃഢമായ ലക്ഷ്യങ്ങൾ കൊണ്ട് സ്ഥാപിതമായിട്ടുള്ളതാണ് ഈ ദീൻ. ദീനിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇത് നമുക്കറിയാൻ പറ്റുന്നതുപോലെ രണ്ട് വലിയ മാർഗങ്ങളാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തനബിയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ശത്രുക്കളും ആ മാർഗത്തിന്റെ എതിരിലാണ് ഇതിന്റെ അപ്പുറത്തുള്ള ശത്രുക്കൾ പതിയിരിക്കുന്നതും ഇബ്ലീസിന്റെ ബാത്തിലിന്റെ സേന ഇരിക്കുന്നതും. ഇസ്ലാം എന്ന ഒരു വലിയ കവാടത്തിലൂടെ കടന്നു വന്നാൽ പ്രവേശിക്കുന്ന ഒരു വലിയ ഇസ്ലാം എന്ന് പറയുന്ന ഒരു മഹത്തായ സൗധത്തിന്റെ ഉള്ളിലാണ് നമ്മൾ. ആ സൗധത്തിന്റെ ഉള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തനബിയിലൂടെ അവതരിപ്പിച്ചിട്ടുള്ള അതിന്റെ ശരിയായ ഏറ്റവും മുന്തിയ സുന്നത്ത് എന്ന് പറയുന്ന മഹത്തായ മാർഗം, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയം. ഈ സുന്നത്ത് എന്ന് പറയുന്ന ആശയവും അതിന്റെ ഉള്ളിലാണ്. ഇസ്ലാം എന്ന് പറയുന്ന ആ സൗധത്തിന്റെ ഉള്ളിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ ധാരാളമുണ്ട്. ഇസ്ലാമിന്റെ ശത്രുക്കൾ ദീനിന്റെ ശത്രുക്കളാണ്, മതത്തിന്റെ ശത്രുക്കളാണ്, കുഫറിന്റെ ആളുകളാണ്, വിശ്വാസരാഹിത്യത്തിന്റെ ആളുകളാണ്, ബഹുദൈവ വിശ്വാസത്തിന്റെ ആളുകളാണ്. ഈ ബഹുദൈവ വിശ്വാസത്തിന്റെ ആളുകൾ പുറത്തുള്ള ശത്രുക്കൾ നിൽക്കുന്ന ഒരു വലിയ സൗധം നമുക്കുണ്ട് ഇസ്ലാം. അതിനകത്ത് സുഭദ്രമായ മറ്റൊരു സൗധത്തിന്റെ ഉള്ളിലാണ്, അറയുടെ ഉള്ളിലാണ് നമ്മളുള്ളത്, സുന്നത്തിന്റെ ഉള്ളിൽ. ഈ സുന്നത്തിന്റെ ഉള്ളിൽ ഇരിക്കുന്ന നമ്മെ
നമ്മുടെ അകത്ത് ഇസ്ലാം എന്ന വൃത്തത്തിനകത്തിരിക്കുന്ന ശത്രുക്കൾ തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളികളാണ്. പലപ്പോഴും ഉലമാക്കന്മാർ നേരിട്ടിട്ടുള്ള വെല്ലുവിളികൾ അവരുടേതാണ് താനും. ഇതുകൊണ്ടാണ് നമ്മുടെ ജംഇയ്യത്തുൽ ഉലമാകളൊക്കെ, കേരളത്തിൽ വന്ന ജംഇയ്യത്തുൽ ഉലമാകളൊക്കെ അകത്തുള്ള ശത്രുക്കൾക്കെതിരെ രൂപം കൊണ്ടിട്ടുള്ളതാണ്, പുറത്തുള്ള ശത്രുക്കൾക്കെതിരെ രൂപം കൊണ്ടിട്ടുള്ളതല്ല. നമുക്കറിയാമല്ലോ, ബിദ്അത്തിന്റെ സംഘങ്ങൾ അകത്തിരുന്നു കൊണ്ട് ഇസ്ലാമിനെ, സുന്നത്തിനെ കാർന്നു തിന്ന്, ഇസ്ലാം എന്ന് പറയുന്നതിനെ കാർന്നു തിന്നാനും നശിപ്പിക്കാനും പാകപ്പെടുന്ന തരത്തിൽ അതിന്റെ ഉള്ളറയിലുള്ള സുന്നത്തിനെ കാർന്നു തിന്നാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരുന്ന ഇസ്ലാം എന്ന വൃത്തത്തിനകത്തുള്ള ഈ ശത്രുക്കളെയാണ് ജംഇയ്യത്തുൽ ഉലമ ലക്ഷ്യം വെക്കുന്നത്. എല്ലാ ജംഇയ്യത്തുൽ ഉലമകളും അങ്ങനെ തന്നെയാണ് ലക്ഷ്യം വെച്ചത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണല്ലോ അസ്ല്, അത് ലക്ഷ്യം വെച്ചത് അതിനെയാണ്. അതിൽ നിന്ന് പിരിഞ്ഞ് വന്നിട്ടുള്ള സംഘങ്ങളെല്ലാം ലക്ഷ്യം വെക്കുന്നത് ഈ ബിദ്അത്ത് സംഘങ്ങളെയാണ്. വളരെ പ്രധാനമായും അകത്തുള്ള ശത്രുക്കളെ, അതാണ് നമ്മൾ ശ്രദ്ധിക്കുക. അകത്തുള്ള ശത്രുക്കളാണല്ലോ നല്ല നോക്കേണ്ടി വരിക. എളുപ്പമുണ്ട്. പുറത്തുള്ള ശത്രുക്കളെ എന്നുള്ള മാതിരിയല്ല, അത് തടയാൻ കുറച്ച് പണി ഉണ്ടാവും, പല പരിപാടികളും വേണ്ടി വരും. പുറത്തുള്ളതിനെ തടയാനുള്ള മാർഗങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുണ്ട്. ശിർക്ക് എന്നറിയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കും, വ്യാപകമായി വരികയാണല്ലോ ശിർക്ക്. ഇങ്ങനെയൊക്കെ കാലം വന്നാലും നമ്മൾ കരുതും അബദ്ധത്തിൽ വലിയ അബദ്ധമാണ് ബഹുദൈവ വിശ്വാസം. സംഗതി ശരിയാണ്, അതിനിപ്പോ നമുക്ക് ആർക്കും തർക്കം ഉണ്ടാവില്ല, മുസ്ലിമീങ്ങളിൽപ്പെട്ട ആൾക്കാർക്ക് ആർക്കും. അള്ളാഹു എന്ന സത്യദൈവത്തിന്റെ പുറമെ ഒരുപാട് ദൈവങ്ങൾ വെക്കുക എന്നുള്ളതിനോളം വലിയൊരു മണ്ടത്തരം, വലിയൊരു ബുദ്ധിശൂന്യത മറ്റൊന്നില്ലാന്ന് ആ ബുദ്ധിശൂന്യതയിൽ അകപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് പോലും ബോധ്യമാണ്. കാരണം ഹുജ്ജത്ത് കൊണ്ടോ അല്ലെങ്കിൽ പ്രമാണം കൊണ്ടോ ഹിക്മത്ത് കൊണ്ടോ സംസാരിക്കാൻ അവരാരും ഒരിക്കലും തയ്യാറല്ല. പിന്നെ ഏതാണ് അവരുടെ ഭാഷ? അവരുടെ ഭാഷ എപ്പോഴും ഫാഷിസത്തിന്റെ ഭാഷയാണ്. ആ ഫാഷിസത്തിന്റെ ഭാഷയാണ് ബഹുദൈവ വിശ്വാസത്തിന്റെ ഭാഷ. അത്തരം ഭാഷയെ എതിർക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഏറ്റവും കടുത്ത പ്രബോധന മാർഗം, ദഅവത്ത് ഖഹരിയ്യ, ബലാത്കാരത്തിന്റെ പ്രബോധനം. ഈ ബലാത്കാരത്തിന്റെ പ്രബോധനം എന്ന് പറയുന്നത് ഇസ്ലാമിലുണ്ട്. അതൊരു കടുത്ത പ്രക്രിയയാണ്. ആ കടുത്ത പ്രക്രിയ പറ്റേ നിലച്ചു പോകുന്ന കാലം വന്ന് അവസാനം അത് ഉണ്ടാവുകയും ആ ഒരു വലിയ ഖഹരിയായ ദഅവത്ത് കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ദീനിനെ സർവദാ പ്രചരിപ്പിച്ച് അതിന്റെ ഭരണം മാത്രം ലോകത്താസകലം നടന്നു വരുന്ന ഒരു ചുറ്റുപാട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുകയും ചെയ്യും. ഇത് മുത്ത മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ആ വാഗ്ദാനമൊക്കെ വിശ്വസിച്ചവരാണ് നമ്മൾ. റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാമിന്റെ വരവോടുകൂടെ ഇത് സംഭവിക്കുക തന്നെ ചെയ്യും. അതാരും നോക്കിയിട്ടും പറയണ്ടാവില്ല. എന്റെ സാഹചര്യങ്ങൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, എത്ര വലിയ അസംഭവ്യമായിട്ട് വേഗം തോന്നേണ്ടതില്ല. കാരണം റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാമിന്റെ ചിത്രം കാണാത്തവരാരുമില്ല, ആ ചിത്രം കണ്ടാൽ അറിയാത്തവരാരുമില്ല. ആ ചിത്രമാണ് കാര്യമായും അദ്ദേഹത്തിന്റെ ആളുകൾ എന്ന് പറയുന്ന ലോകത്തെ ഭൂരിപക്ഷമായ വൻശക്തികളായ എല്ലാറ്റിന്റെയും കീഴടക്കാനുള്ള അധികാരം ഉള്ള എല്ലാ തരത്തിലുള്ള ഫാഷിസത്തിന്റെയും രൂപമുള്ള ശക്തികളുള്ള ആ സംഘത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് യേശുദേവൻ എന്നാണ് വിളിക്കുന്നതെങ്കിലും ആ യേശുക്രിസ്തുവിന്റെ ചിത്രം തന്നെയാണ്. ആ ചിത്രത്തിലുള്ള ആള് കൃത്യമായി അവതരിക്കുന്ന നേരത്ത് ആ ചിത്രം കണ്ടാൽ അറിയാത്തവരാരുമില്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായ യേശുക്രിസ്തു വഫാത്താകുന്നതിന് മുൻപ് വേദക്കാരായിട്ടുള്ള ആളുകളെല്ലാം അദ്ദേഹത്തെ കൊണ്ട് വിശ്വസിക്കും. വേദക്കാരായിട്ട് ഇവിടെ ശേഷിക്കുന്നവരൊക്കെ വിശ്വസിക്കും. വിശ്വസിക്കാത്തവര് അന്നത്തെ അവരുടെ ശത്രുക്കളായ ജൂതന്മാരെ കാണൂ. ജൂതന്മാരാണെങ്കിൽ അവരെ അന്നത്തെ രീതിയിൽ ജൂതന്മാർ ഒരാളില്ലാത്ത വിധം വധിക്കപ്പെടുന്ന ഒരു കാലം തന്നെയാണ് അന്ത്യനാളുമായി ബന്ധപ്പെട്ട് വരിക. അതൊക്കെ നമ്മൾ വിശ്വസിച്ച് വരുന്നുണ്ട്. കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി പറയുന്നതൊന്നുമല്ല, ആഹ്വാനങ്ങളൊന്നുമല്ല. ഇത് നമ്മൾ വിശ്വസിച്ച് വരുന്ന വിശ്വാസത്തിലെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നതാണ്. അതേസമയം ക്രിസ്ത്യാനിറ്റി മുഴുവൻ അംഗീകരിക്കുന്ന തരത്തിൽ യേശുക്രിസ്തു ആദരിക്കുമ്പോൾ അപ്പൊ അവരെല്ലാവരും കൂടി വിശ്വസിച്ച അതൊരു വലിയ സമൂഹം തന്നെയാണ്. ലോകത്ത് ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാം യേശുക്രിസ്തുവിനെ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം എന്ന പേരിൽ അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിന്റെ ആളുകളായിട്ട് നമ്മളൊക്കെ മാറും. അത്തരം ഒരു കാലം വരും. എങ്കിലും ഇസ്ലാം പുറത്തുള്ള ശത്രുക്കൾക്കെതിരെ അവർ ഉപയോഗിക്കുന്ന ഭാഷ കടുത്ത ഭാഷയായതുകൊണ്ട്
അവർ ഉപയോഗിക്കുന്ന ശക്തിയും ബലപ്രയോഗവും ഫാഷിസത്തിൻ്റെതായതുകൊണ്ട് ആ ഫാഷിസത്തെ നേരിടുന്ന രീതിയിലുള്ള ശക്തിപ്രയോഗവും ബലപ്രയോഗവും ഒക്കെ ഇസ്ലാം എന്ന് പറയുന്ന ആ മഹത്തായ അള്ളാഹുവിന്റെ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നത് അതിന്റെ പത്രാസാണല്ലോ. തീർച്ചയായും ആ പത്രാസ് നിലനിൽക്കും. എന്നാൽ അതിൻ്റെ അകത്തുള്ള ശത്രുക്കളും പുറത്തുള്ള ശത്രുക്കൾ തന്നെ പലപ്പോഴും വരുന്നു. ശക്തി പ്രാപിച്ച് വരുമ്പോൾ വർത്തമാനകാലത്ത് നമുക്കതൊക്കെ വെല്ലുവിളികൾ തന്നെയാണ്. ഇന്ത്യ രാജ്യത്തിന്റെ ഒരു വെല്ലുവിളി, ഈ രാജ്യത്തിന്റെ നേർക്കുള്ള വെല്ലുവിളി, ഈ രാജ്യത്തിന്റെ പൗരാവകാശങ്ങൾക്കും സ്വാതന്ത്ര്യങ്ങൾക്കും ജനാധിപത്യത്തിനും എതിരുള്ള വെല്ലുവിളി. ഇതൊരു വലിയ സംവിധാനമാണ്, കുറ്റമറ്റ സംവിധാനമാണ് എന്നൊന്നും നമ്മളില്ലെങ്കിലും ഈ രാജ്യം എന്ന നിലനിൽക്ക് നിലനിൽക്കുന്നത് ഇതിന്റെ സംവിധാനം കൊണ്ടാണ് നിലനിൽക്കുന്നത്. ജനാധിപത്യം കൊണ്ടാണ്, മതേതരത്വം കൊണ്ടാണ്, പൗരാവകാശങ്ങളും ഒക്കെ കൊണ്ടാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വരെ വെല്ലുവിളിയെ നേരിടുന്ന ഒരു ചുറ്റുപാടാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാന വെല്ലുവിളി. നമ്മളറിയാം, തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തന്നെ കൈക്കലാക്കി ആ ഒരു പ്രക്രിയയെ തന്നെ സ്വന്തമാക്കി വെച്ച് അതിനെ തന്നെ പ്രഹസനമാക്കുന്ന ഒരു ചുറ്റുപാടാണ് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ജനാധിപത്യ രാജ്യം എന്ന ഈ രാജ്യത്തിന്റെ ജനാധിപത്യം തന്നെ സംബന്ധിച്ച് നമുക്ക് ചിന്തിക്കേണ്ടതില്ലല്ലോ. അങ്ങനത്തെ ഒരു ചുറ്റുപാടാണുള്ളത്. പക്ഷെ അതിനെയൊക്കെ നേരിടാൻ, വ്യവസ്ഥാപിതമായി തന്നെ നേരിടാൻ മറ്റുള്ളവരോടൊപ്പം ചേർന്നോ മറ്റുള്ളവരുടെ കൂടെ നിന്നോ നമ്മെ മാത്രം ബാധിക്കുന്ന വിഷയങ്ങളിൽ നമ്മൾ ഒന്നിച്ചു നിന്നോ ഒക്കെ നേരിടാനുള്ള, വെല്ലുവിളികളെ നേരിടാനുള്ള കരുത്ത് നമ്മുടെ ഈ ദീനിനുണ്ട്, ദീനിന്റെ നിയമങ്ങൾക്കുണ്ട്. ആ നിയമങ്ങൾക്കനുസരിച്ച് നേരിടൽ സത്യസന്ധമായി നേരിടുമ്പോൾ, സമൂഹം ഒന്നിച്ചു നേരിടുമ്പോൾ അവിടെ നേതൃത്വം നൽകേണ്ട പണ്ഡിതന്മാർ ഒരിക്കലും അറച്ചു നിൽക്കാതെ നമ്മുടെ രാജ്യത്ത് ഏത് കാലത്തും പണ്ഡിതന്മാർ മുന്നിൽ നിന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എല്ലാവരും അവരുടെ പിന്നിൽ അണിനിരന്നിട്ടുമുണ്ട്. ഫാഷിസത്തിന്റെ വെല്ലുവിളികളും പുറത്തുള്ള വെല്ലുവിളികളും. നമ്മുടെ സ്വാതന്ത്ര്യം, നമ്മുടെ ശരീഅത്ത് നമുക്ക് ജീവിതത്തിൽ കൊണ്ടുവരാനും നമുക്ക് നമ്മുടെ സമൂഹത്തിനിടയിൽ, സമുദായത്തിനിടയിൽ പാലിക്കുന്നതിനും വെല്ലുവിളികൾ വരുമ്പോൾ ആ വെല്ലുവിളികൾക്കെതിരെ നമ്മുടെ പണ്ഡിതന്മാർ ഉയർന്നു നിൽക്കുകയും ആ സമയത്ത് ആ പണ്ഡിതന്മാരോടൊപ്പം മുസ്ലിം സമുദായം ഒന്നിച്ചു നിൽക്കുകയും അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ മാറ്റിവെച്ചുകൊണ്ട് തന്നെ എല്ലാവരും ഒന്നിച്ചു നിൽക്കുകയും ചെയ്യുന്ന എത്രയോ സന്ദർഭങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിനിടക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്ത കാലത്തെ പുതിയ തലമുറക്ക് പരിചയപ്പെടുന്നു അറിയാലോ, പൗരത്വത്തിന്റെ പ്രശ്നങ്ങളും മറ്റു പ്രശ്നങ്ങളും ഒക്കെ വന്നപ്പോ നമ്മുടേതല്ലാത് എന്ന് ചിന്തിച്ച് നമ്മൾ ആരും മാറി നിന്നിട്ടില്ല. നമ്മുടെ സമുദായം മൊത്തമായി നിന്നിട്ടുണ്ട്. എങ്ങനെയാണ് നിന്നത്? ഈ സമുദായത്തിന്റെ നായകന്മാരും പണ്ഡിതന്മാരും നിർദ്ദേശിക്കുകയും, പണ്ഡിത സംഘങ്ങളാണ് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനം. കേരളം ഒന്നിച്ച് പണ്ഡിത സംഘങ്ങളൊന്നും അല്ലെങ്കിൽ ഇന്ത്യ രാജ്യം മൊത്തമുള്ള അത്തരം ആപത്തുകളൊക്കെ നേരിടുക. അപ്പൊ രാജ്യത്തിന്റെ സംവിധാനത്തിൽ എവിടെയൊക്കെ വിലമാക്കളുണ്ടോ ആ വിലമാക്കളൊക്കെ ഉയർന്നു നിൽക്കുകയും ആ വിലമാക്കൾ കാര്യത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തുകയും ചെയ്യുമ്പോൾ മുസ്ലിം അണികളും വിശ്വാസികളും അതിന്റെ കൂടെ നിന്നുകൊണ്ട് അതിനെയൊക്കെ അതിജയിച്ചു പോന്നിട്ടുണ്ട്. അതിജീവിച്ചു പോരാനുള്ള എല്ലാ കോപ്പും എല്ലാ വകയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സത്യത്തിന്റെ കൂടെ നമുക്ക് നൽകിയ ശരീഅത്തിന്റെ കൂടെ വെച്ചിട്ടുണ്ട് എന്നാണ് ഈ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഒരിക്കലും മറഞ്ഞു പോകാത്ത വിധം വ്യക്തമാകുന്ന തെളിവുകൾ കൊണ്ട് ഇതിന്റെ എല്ലാ ഘടകത്തെയും, അടിസ്ഥാന ഘടകങ്ങളെയും ശാഖാഘടകങ്ങളെയും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചിട്ടുണ്ട്. അത്തരം പ്രമാണങ്ങളാണ് ഇതിന്റെ പ്രമാണം. കിതാബ്, സുന്നത്ത്, ഇജ്മാ എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും മറഞ്ഞു പോകാതെ എല്ലാവർക്കും വ്യക്തമാകുന്ന പ്രമാണങ്ങളാണ്. ഉലമാക്കൾക്കാണ് ഈ പറയുന്നത്, ഉലമാക്കൾക്ക് വ്യക്തമാകുന്ന പ്രമാണങ്ങൾ. ആ പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് കാലാകാലങ്ങൾ ഉണ്ടാകുന്ന ഏതു തരത്തിലുള്ള വെല്ലുവിളികളെയും, ആശയപരമായ വെല്ലുവിളികളെ, മറ്റേതു തരത്തിലുള്ള വെല്ലുവിളികളെയും നേരിടാൻ ഉലമാക്കൾക്ക് സാധിക്കും. അതേസമയം നമുക്കകത്തു നിന്നുള്ള വെല്ലുവിളികൾ, നമുക്കുള്ളിൽ നിന്ന് തന്നെയുള്ള വെല്ലുവിളികൾ, ആ വെല്ലുവിളികളൊക്കെ നേരിടാൻ അവയെ സംബന്ധിച്ച് നമ്മൾ പഠിക്കണം. ഏറ്റവും അപ്രധാനമായ കാര്യങ്ങളെ വളരെ പ്രധാനമാക്കി എടുത്തുകൊണ്ട് ചർച്ച ചെയ്യുന്നിടത്തൊക്കെ എത്തുമ്പോൾ അപ്പോഴൊക്കെയാണ് നമ്മൾ നാശമായി പോവുക. നമുക്കറിയാം, നമ്മൾ ഈ പറഞ്ഞ മാതിരി ഏറ്റവും പ്രധാനപ്പെട്ടതായി വിശുദ്ധ ഖുർആൻ പറയുന്നത്, നമുക്ക് ഖുർആൻ ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കി തരുന്നുണ്ട്. വളരെ വലതജിദന്ന അശദ്ദന്നാസി അദാവത ലില്ലദീന ആമനു,
അസദ്ദന്നാസി അദാവത്തൻ ലില്ലദീന ആമനുൽ യഹൂദ അല്ലെ വല്ലദീന അശ്റകൂ, ജൂതന്മാരും അതേപോലെ തന്നെ ബഹുദൈവ വിശ്വാസികളും. ഇതാണ് വിശ്വാസികളുമായിട്ട് ഏറ്റവും കടുത്ത ശത്രുതയുള്ളവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കിയ വഹിയെ നമ്മൾ മനസ്സിലാക്കുന്ന, നമ്മൾ ഓതുന്ന ഖുർആനിലെ വ്യക്തമായിട്ടുള്ളതല്ലേ. വലതജിദന്ന അഖറബഹും മവദ്ദത്തൻ ലില്ലദീന ആമനുല്ലദീന ഖാലൂ ഇന്നാ നസ്വാറ. വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. പെട്ടെന്ന് നമുക്ക് ഇബ്ലീസിന്റെ ബാത്തിലിന്റെ പണി കൊണ്ട് ചിലപ്പോ ഈ പറഞ്ഞ വ്യക്തമാകാതെ പുകമറകളൊക്കെ സൃഷ്ടിച്ചുകൊണ്ടൊക്കെ വന്നുവരും. വിശുദ്ധ ഖുർആൻ പറയുന്നത് വളരെ പരമസത്യമാണ്. വിശ്വാസികളോട് അടുപ്പമുള്ളവർ, സ്നേഹബന്ധം കൊണ്ട് ഏറ്റവും അടുപ്പമുള്ളവർ ഞങ്ങൾ നസ്വാറാക്കളാണ് എന്ന് പറയുന്ന ക്രിസ്തീയ വിഭാഗമാണ്. ഇത് പെട്ടെന്ന് മനസ്സിലാവില്ല. നമ്മളെ ആശയം കൊണ്ട് ചിലപ്പോൾ നേരിടാൻ ഏറ്റവും പ്രത്യക്ഷത നിൽക്കുന്നത് ക്രിസ്ത്യാനികളായിരിക്കും പുറത്തു കാണുക. അങ്ങനെയല്ല ഖുർആൻ പറയുന്നത്. ഏറ്റവും നിങ്ങളോട് അടുപ്പമുള്ളവർ നസ്വാറ എന്ന് പറയുന്ന കൂട്ടരാണ്. അതിന് ഖുർആൻ കാരണം പറയുന്നുണ്ട്. ആ ഖുർആൻ പറഞ്ഞ കാരണം ഉള്ളപ്പോഴാണ് ദാലിക അന്ന മിൻഹും ഖിസ്സീസ വറുഹ്ബാന എന്ന് പറയുന്ന ആ കൂട്ടരൊക്കെ ശരിക്കും ഉള്ള എന്നൊക്കെ പറയുന്ന ആ തരം കൂട്ടര് അവരുടെ കൂട്ടത്തിൽ ഉള്ളപ്പോഴെല്ലാം അവരേറ്റവും അടുപ്പമുള്ളവരാണ്. എന്നാൽ തൊട്ട് തന്നെ അള്ളാഹു പറയുന്ന ഏറ്റവും കടുത്ത ശത്രുക്കൾ ഒന്ന് ജൂതന്മാരാണ്. ജൂതന്മാരാണ് നിങ്ങളുടെ ഏറ്റവും കടുത്ത ശത്രുക്കളിൽ നിന്ന് ഖുർആൻ തലക്കം മുതൽ പറയുന്ന ഇന്ന് വരേക്ക് നോക്കിയാലും ജൂതന്മാർ എന്ന് പറയുന്ന ഒരു കൊച്ചു കക്ഷയാണ്. കാരണം അവർ വർഗം കൂടില്ല, അവരെന്നെ വെട്ടിവരിക എന്നല്ലാതെ അവയിലുള്ള സന്താനങ്ങളല്ലാതെ പുറത്തുനിന്ന് ആരും കൊണ്ടുകൊണ്ട് ജൂതരാവൂല. ഒരു വംശമാണല്ലോ അത്. ആ വംശത്തിനകത്തേക്ക് മറ്റാർക്കും പ്രവേശിക്കാനില്ല. അവരാരെയും ഇങ്ങോട്ട് പ്രബോധനം ചെയ്യുകയുമില്ല, അവരാരെയും കടത്തൂല്ല. ബനു ഇസ്രായേൽ എന്ന് ആ വംശമായി തന്നെ ഈ ഒരു പരിശുദ്ധ വംശമാണെന്നും പറഞ്ഞ് ആ നിലക്ക് തന്നെ ആണെന്ന് പറഞ്ഞു എന്നല്ല, സത്യം തന്നെയാണ്. പരിശുദ്ധ വംശം തന്നെ 1,00,000 നബിമാര് ഉള്ള ഒരു സമൂഹമാണല്ലോ ഈ സമൂഹം എന്ന് പറയുന്നത്. വലിയ സമൂഹം തന്നെയാണ്. പക്ഷേ ആ സമൂഹത്തിനെയാണ് അള്ളാഹു തആല കഠിന ശത്രുക്കൾ കണ്ടപ്പോ ക്രിസ്ത്യാനിറ്റി അതിന്റെ കൂടെ കൂടിയിട്ട് ശത്രുത നടത്തുകയാണ്. ഉണ്ടാക്കി തീർക്കുന്ന ആരാണ്? ഈ ജൂതന്മാർ എന്ന് പറഞ്ഞ കുറച്ചു കൂട്ടക്കാര്. ഇപ്പോൾ നേരിടുന്ന ഇപ്പോഴത്തെ ഈ വർത്തമാന സമയത്ത് നടക്കുന്ന സമരത്തിന്റെ കാരണവും പ്രശ്നങ്ങളുടെ കാരണവും പശ്ചിമേഷ്യയിൽ എപ്പോഴുണ്ടാകുന്ന കുഴപ്പങ്ങളുടെ കാരണവും ആ സ്ഥാപിക്കപ്പെട്ട വട്ടത്തിലുള്ള ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രമാണ് എന്ന് എല്ലാവരും നോക്കിയാലും കാണാം. ആ ഇസ്രായേലിന്റെ തലയിലുണ്ടാകുന്ന ആ കൂട്ടത്തിൽ യൂറോപ്യന്മാരും അമേരിക്കയും സഖ്യകക്ഷികളും ഒന്നിച്ചങ്ങ് നിന്നുള്ള ഇവിടെ കുഴപ്പങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. അത് അവരുടെ ശത്രുതയുടെ ഏറ്റവും കടുപ്പം. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ അശദ്ദന്നാസി അദാവ എന്ന ആ ശിദ്ദത്ത് തന്നെയാണ്. ആ കഠിന ശത്രുതയുള്ള കൂട്ടക്കാരാണ് അവർ. പിന്നെ ഖുർആൻ പറയുന്നത് വല്ലദീന അശ്റകൂന, ബഹുദൈവ വിശ്വാസികൾ. അതിന് പലതരം സംഘങ്ങളുണ്ടാവും, പലതരം നാട്ടിലുണ്ടാവും ബഹുദൈവ വിശ്വാസികൾ. ഈ ബഹുദൈവ വിശ്വാസികൾ എന്ന് പറയുന്നതാണ് നിങ്ങളുടെ കടുത്ത ശത്രുക്കൾ. ഈ കടുത്ത ശത്രുക്കളെ പറയുന്ന കൂട്ടത്തിൽ അതിനെ എതിർത്തുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ. ആശകൾ നമ്മൾ നോക്കിയാലും കാണാം. പെട്ടെന്ന് കാണൂല എന്നുള്ള നമുക്ക് എന്താ അതിലും ചിന്തിക്കും. പക്ഷേ നമ്മെ ഉന്മൂലനം ചെയ്യാനും ഇല്ലാതാക്കാനും ഒരു സമുദായം നിലനിൽക്കുള്ള നമ്മുടെ നിലനിൽപ്പ് ഇല്ലാതാക്കാനും ശക്തി കൊണ്ടും ഫാഷിസം കൊണ്ടും ബലപ്രയോഗം കൊണ്ടും നമ്മെ ഉന്മൂലനം ചെയ്യാനും വേണ്ടിയുള്ള കോപ്പുകൾ കൂട്ടാൻ വല്ലദീന അശ്റകൂ എന്നും മിടുക്കന്മാരാണ്. അതാ ഞാൻ പറഞ്ഞത്. അതിനെതിരിലുള്ള ദഅവത്ത് അല്ലാഹു തആല വെച്ച് ദഅവത്ത് ഖഹരിയ എന്ന് പേരിൽ അറിയപ്പെടുന്ന ബലാത്കാര ദഅവത്ത് തന്നെയാണ്. ആ ദഅവത്ത് ആണ് അതിന്റെ വെച്ച വന്ന്. ഇതൊക്കെ അല്ലാഹു തആല വിശുദ്ധ ഇസ്ലാമിനെ വെച്ചിട്ടുള്ള സംഭവങ്ങളാണ്. അതേസമയം ഒറ്റ പ്രാവശ്യം മാത്രം അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതാണ് മായുഹ്ലികുനായില്ലദ്ദഹർ അല്ലെ, നിരീശ്വരത്വം. നിരീശ്വരത്വം എന്ന് പറയുന്നത്, നിർമ്മതത്വം എന്ന് പറയുന്നത് ഒറ്റ പ്രാവശ്യം മാത്രമേ ഖുർആൻ അവരെ ഉദ്ധരിച്ചിട്ടുള്ളൂ എന്ന് പറയും നമ്മുടെ മുഫസ്സിരീങ്ങളൊക്കെ രേഖപ്പെടുന്നുണ്ട്. അത്ര ബലം കുറഞ്ഞ, അത്ര പറയാൻ മാത്രമേ പോലും ഉള്ളൂ എന്നാ. പക്ഷേ ഈ സോഷ്യൽ മീഡിയകളിലും മാധ്യമങ്ങളിലുമുള്ള ഹളഹളാന്ന് പറയുന്ന കേട്ടിട്ട് നമ്മൾ വിചാരിക്കുന്നു അതാണ് വലിയ ശത്രു എന്നാ. അതൊരിക്കലും വലിയ ശത്രുവല്ല. അതിന് ശത്രുവായും അതിന്റെ വെല്ലുവിളിയെ അതിന്റെ അർത്ഥത്തിൽ നമ്മൾ പരിഗണിക്കേണ്ടതുള്ളൂ. അവഗണിച്ചുകൊണ്ടാണ് അതിന് നേർക്ക് നിൽക്കുന്നത്. തീർത്തും അവഗണിക്കാൻ കഴിയില്ല. പ്രത്യക്ഷത്തിൽ വന്ന് ബുദ്ധിപൂർവകമായി ഹുജ്ജത്ത് കൊണ്ട് ദീനിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത്, ഏകദൈവ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന നേരത്ത് ബുദ്ധിപരമായി തന്നെയാണ് അതിനെ നേരിടേണ്ടത്.
ബുദ്ധി കൊണ്ടാണ് ഏകദൈവത്വം സ്ഥാപിക്കുന്നത്, തൗഹീദിനെ സ്ഥാപിക്കുന്നത്. അപ്പൊ ബുദ്ധിപരമായി തന്നെ സ്ഥാപിക്കാൻ പറ്റുന്ന ഒരു ശരിയായ വകുപ്പ്, അതിന് പറ്റുന്ന കോപ്പ് പരിശുദ്ധ ശരീഅത്തിൽ ഉണ്ട് എന്നാണ് അള്ളാഹു മനസ്സിലാക്കി തരുന്നുണ്ട് എന്നാണ്. അത് ദീനിന്റെ സംരക്ഷകരായ ഉലമാക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുകയും ചെയ്യും. അവരല്ല പക്ഷെ ഇടപെടുന്നതൊക്കെ ഏതെങ്കിലും നിരക്ക ബഹുദൈവ വിശ്വാസികൾ പോലെ അല്ലല്ലോ. അവരിങ്ങനെ ഇളക്കുകൾക്ക് വരുമ്പോൾ ചെറിയ വിഷയങ്ങൾ, എവിടെയെങ്കിലുള്ള വിഷയങ്ങൾ, എന്തെങ്കിലുള്ള വിഷയങ്ങളൊക്കെ അവർ പറയാം. അതൊക്കെ നൂറ് ചെറിയ പ്രശ്നമാണ്. ഞാൻ ഇന്നത്തെ എന്തെങ്കിലും വിഷയം വെച്ച് പറയല്ല, പൊതുവെ പറയുന്നതന്നെ നോക്കി, പൊതുവെ പറയുന്നതന്നെ ഇഷ്ടം പോലെ ജീവിക്കാനും ഇഷ്ടം പോലെ അമ്മാനാടാനും ഇഷ്ടം പോലെ കളിക്കാനും പറ്റുന്നൊരു സ്വാതന്ത്ര്യം തന്നെ ഏറ്റല്ലേ അതിൽ വരുന്നുള്ളൂ. നിരീശ്വരത്വം എന്ന പേരിലോ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന് ഒരു നാഥനില്ല, ഈ പ്രപഞ്ചം സനാഥമല്ല, അനാഥമാണ് എന്നുള്ളതാണല്ലോ അവർ പറയേണ്ടത്. അവർ പറയേണ്ട ആ രീതിയിലല്ലല്ലോ അവരുടെ വരവ്. ആ രീതിയിലുള്ള നിലയിലേക്ക് അവരെ കൊണ്ടുവന്ന് അവരെ സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നം ആശയപരമായിട്ട് അവരുടേതുള്ളൂ. അല്ലാത്ത കാര്യങ്ങളിലേക്കൊക്കെ അവർ കൊണ്ടുപോകുമ്പോൾ അതിലേക്കൊന്നും നമ്മൾ വലിഞ്ഞു കയറേണ്ട ഒരു കാര്യവുമില്ല. ഫിഖ്ഹിയായ തർക്കങ്ങളിലേക്കാവട്ടെ, നമ്മുടെ സംശയങ്ങളിലേക്കാവട്ടെ, വിശ്വാസപരമായി നമുക്കിടയിൽ നടക്കുന്ന തർക്കങ്ങളിലേക്കാവട്ടെ, ഇത്തരം തർക്കങ്ങളിലേക്കാക്കുമ്പോൾ അവർ നമ്മെ ആ അരികിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അതിൽ പെടാതിരിക്കാനും അതിൽ അകപ്പെടാതിരിക്കാനും വഞ്ചിതരാകാതിരിക്കാനുമുള്ള മാർഗങ്ങളാണ് നമ്മൾ കരുതലാണ് നമ്മൾക്ക് വേണ്ടത്. ഖുർആൻ പറഞ്ഞ വലാ തഗുറന്നകുമുൽ ഹയാത്തു ദുനിയ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗുറൂർ. നമ്മളെ പറ്റിക്കാനായിട്ട് നടക്കുന്ന പിശാച്ച് ബാത്തിൽ അവിടെ കാണിക്കുന്നത് നമ്മളെ ചതിയിൽപ്പെടുത്തലാണ്. ദുന്യാവിന്റെ ചതിയിൽ നമ്മൾ പെടും പോലെ തന്നെ ബാത്തിലിന്റെ ചതി അവിടെ ചതിയിൽപ്പെടുക എന്നാണ് ഖുർആൻ ഉപയോഗിക്കുന്നത്. നമുക്കറിയാലോ ഓറൂർ. ആ ഓറൂറിന്റെ ചതിയിൽപ്പെടുകയാണ് വാസ്തവത്തെ നമ്മൾ അവിടെ ചെയ്യുന്നത്. അത് പെടാതിരിക്കാനുള്ള ഒരു ബുദ്ധിയെങ്കിലും അതിനുള്ള ഒരു സാമർത്ഥ്യമെങ്കിലും അതിനുള്ള ഒരു നിലയെങ്കിലും നിഷ്പക്ഷതയെങ്കിലും ഒക്കെ നമ്മൾ പുലർത്തണം. അങ്ങനെ പുലർത്തി പോന്നാൽ തീർക്കാവുന്നതേ അതുള്ളൂ. പിന്നീട് നമുക്ക് അകത്തുള്ള വെല്ലുവിളികൾ തന്നെയാണ് പ്രധാനമായ വെല്ലുവിളികൾ. ഞാൻ ചുരുക്കി കൊണ്ടുവരുന്നതല്ല. ഏത് വെല്ലുവിളികൾ നേരിടാനും ഖുർആൻ പര്യാപ്തമാണ്, അതുപോലെ ശരീഅത്ത് പര്യാപ്തമാണ്. അള്ളാഹുവിന്റെ ദീന് അതിനൊക്കെയും പറ്റുന്ന വിധത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത്. പക്ഷെ ആ സംവിധാനിച്ചതിനെ കൃത്യമായി കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം. അതിന് പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതുപോലെ പണ്ഡിതന്മാർ നമുക്ക് വിവരിച്ചു തന്നിട്ടുള്ള നമ്മുടെ ഫർളായ കാര്യങ്ങൾ. ആ ഫർളായ കാര്യങ്ങൾ നിർവഹിക്കാൻ നമ്മൾ നിരക്കിടുകയും അക്കാര്യങ്ങൾ ശ്രദ്ധിച്ചു വരികയും ചെയ്താൽ വളരെ ഉഷാറാകും. ഇപ്പോൾ അവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ട വിഷയാവതരണത്തിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ഫർള് കിഫായയായി ഈ സമൂഹത്തിൽ ശരീഅത്തും ദീനും നിലനിൽക്കാൻ നമ്മുടെ ഇമാമുകൾ വിവരിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ ഖുർആന്റെ അടിസ്ഥാനത്തിൽ, വിശുദ്ധ സുന്നത്തുകളുടെ അടിസ്ഥാനത്തിൽ നമുക്കറിയാവുന്നത് പോലെ ഈ ദീനിനെ അതിന്റെ പ്രമാണങ്ങൾ കൊണ്ട് നിലനിർത്തി പോരുക, ഇതിന്റെ പ്രമാണങ്ങൾ സുശക്തമായി നിലനിർത്തി പോരുക എന്ന് പറഞ്ഞത് തന്നെയാണ്. അതാണ് ബിൽ ഹിക്മ എന്ന് പറഞ്ഞ് ശക്തമായ പ്രമാണങ്ങൾ കൊണ്ട് ഈ ദുനിയാവൊക്കെ ഒരു മൗഇദത്തുൽ ഹസന, ശക്തമായ പ്രമാണങ്ങൾ പറഞ്ഞാൽ വാസ്തവത്തിൽ എല്ലാവർക്കും ബോധ്യപ്പെട്ടുകൊണ്ടെന്നില്ല. കാരണം അത് തിരിയാൻ കുറച്ച് കടുപ്പുണ്ടാവും. എല്ലാവർക്കും അത് തിരിയില്ല. എല്ലാവർക്കും തിരിയാൻ കടുപ്പമില്ലാത്ത തിരിയണ തരത്തിലുള്ള കാര്യങ്ങൾ ഒരു മൗഇദത്തുൽ ഹസന എന്നാണ്. അവർക്ക് സമൂഹത്തിന്റെ പൊതുജനങ്ങൾക്ക് സംതൃപ്തമാകുന്ന തരത്തിലുള്ള പ്രമാണങ്ങൾ കൊണ്ട്, ബോധ്യപ്പെടുന്ന തരത്തിലുള്ള പ്രമാണങ്ങൾ കൊണ്ട് അവരെ ബോധ്യപ്പെടുത്തുക. ഈ രണ്ട് പ്രമാണങ്ങൾ കൊണ്ട് ബോധ്യപ്പെടുത്തിയാൽ വാസ്തവത്തിൽ ആശയപരമായിട്ടുള്ള ശത്രുതയെ, വെല്ലുവിളിയെ അതിജയിക്കാൻ പരിശുദ്ധ ദീനിന് സാധിക്കും. അതിന് വേണ്ടത് എന്താണ്? അറിവാണ്. അപ്പൊ ഉലമാക്കന്മാര് അതിനു വേണ്ട അറിവുകൾ നേടാൻ, അത് സജ്ജരാകാൻ പരിശ്രമിക്കുകയാണ് വേണ്ടത്. ആ അറിവുകൾ വാസ്തവത്തിൽ ഇന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഉപരിപ്ലവമായ രീതിയിലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഉപരിപ്ലവമായ രീതിയിലാണ് പ്രമാണങ്ങൾ നമുക്ക് കൈമാറപ്പെട്ടു വരുന്നത്. മലയാള ഗ്രന്ഥങ്ങൾ വായിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും സംഘക്കാരോ ഏതെങ്കിലും പുതിയ പ്രബോധകന്മാരോ അതത് കാലത്തെ മാത്രം നോക്കിക്കൊണ്ട് വരച്ചിട്ടുള്ള വായിച്ച് അതുകൊണ്ട് ഇസ്ലാമിനെ ശക്തിപ്പെടുത്താം, അതിന്റെ ബൗദ്ധിക പ്രമാണങ്ങളെ ബലപ്പെടുത്താം, ഇത് യുക്തഭദ്രമാണെന്ന് സമർത്ഥിക്കാം എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഒരു നിലയിലേക്ക് നമ്മുടെ പ്രബോധകന്മാർ ഇറങ്ങി വരികയാണ്. ഉദാഹരണമായി പുതിയ സാഹിത്യങ്ങൾ, ഏതെങ്കിലും മലയാള സാഹിത്യങ്ങൾ ആരെങ്കിലും പുറത്തിറക്കുമ്പോൾ അതാണ് നമ്മൾ വായിക്കുന്നത്. നമ്മളെ കയ്യിൽ ഏറ്റവും സുശക്തമായ പ്രമാണങ്ങളുണ്ട്. ഏത് കാലത്ത്
ഇസ്ലാമിന്റെ ശത്രുക്കൾ, മതത്തിന്റെ ശത്രുക്കൾ, ബഹുദൈവ വിശ്വാസികളോ അല്ലെങ്കിൽ യുക്തിവാദികളോ നിരീശ്വരന്മാരോ ഇത് ഇസ്ലാം എന്ന് പറയുന്നതിന്റെ വിശ്വാസത്തെയാണ് സംസാരിക്കുന്നതെങ്കിൽ വിശ്വാസപരമായ കാര്യങ്ങൾക്കെതിരിൽ വരുന്ന വെല്ലുവിളികളെ നേരിടാൻ പറ്റുന്ന ഏറ്റവും ബൗദ്ധികമായ കോപ്പുകളാണ് നമുക്ക് നമ്മുടെ പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ നൽകിയിട്ടുള്ളത്. നമ്മളെ പണ്ഡിതന്മാർ നൽകിയത് വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കാണണം. വിശുദ്ധ ഖുർആൻ ആണല്ലോ അള്ളാഹുവിന്റെ ദീനിന് അള്ളാഹു ഇറക്കിയിട്ടുള്ള ഏറ്റവും വലിയ പ്രമാണം. ആ പ്രമാണത്തിന്റെ ഏറ്റവും നല്ല പ്രമാണങ്ങളുടെ ഭാഗങ്ങൾ തന്നെ വിവരിച്ചുകൊണ്ട് തന്നിട്ടുള്ളതാണ് നമ്മുടെ വിശ്വാസ ശാസ്ത്രത്തിന്റെ പ്രമാണങ്ങളൊക്കെ. ആ പ്രമാണങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ ഇപ്പോഴും അത് പഴകിപ്പോയി എന്നാണ് നമ്മൾ വിചാരിക്കണേ. പഴകിപ്പോയിട്ടില്ല. എല്ലാ കാലത്തും ശരിക്കും നിൽക്കുന്നത് ആ പ്രമാണങ്ങൾ തന്നെയാണ്. പച്ചക്ക് പറഞ്ഞാൽ നമ്മുടെ ശഹറുൽ അഖായിദും അതിന്റെ ഹാഷിയകളും ഒക്കെ നൽകുന്ന ഈ ബൗദ്ധിക പ്രമാണങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണങ്ങൾ തൗഹീദിനും അതുപോലെ നമ്മുടെ വിശ്വാസ കാര്യങ്ങൾക്കും. ആ വിശ്വാസ കാര്യങ്ങൾക്കുള്ള പ്രമാണങ്ങൾ പഠിക്കുന്നതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ അകത്തുള്ള വിശ്വാസപരമായ കാര്യങ്ങൾക്കാവട്ടെ അതിനും യഖീനിയായ നല്ല ഉറപ്പുള്ള സുദൃഢമായ മനസ്സിന് ഉറപ്പ് തരുന്ന തരത്തിലുള്ള പ്രമാണങ്ങൾ തന്നെ അള്ളാഹു വെച്ചതാണ് നമ്മുടെ ഇമാമുകൾ നൽകുന്നത്. ഇമാമുകൾ നൽകുന്നത് അങ്ങനെ തന്നെ എന്നല്ല, അത് കാലികമായി വായിച്ച് നമ്മൾ പഠിക്കണം. കാലികമായി അത് വായിച്ച് പഠിച്ച് സമർത്ഥിച്ചു പോരാൻ പറ്റുന്ന തെളിവാണ്. ഒന്നുമില്ലെങ്കിൽ അത് നേടാൻ പറ്റാത്തവരാണെങ്കിൽ അത്തരം വിഷയങ്ങളിൽ അവർ ഇടപെടാതിരിക്കണം. അതൊരു ആവശ്യമാണ്. ഇടപെടാൻ കഴിവുള്ളവർ ഇടപെട്ടാൽ മതിയല്ലോ, അല്ലാത്തവർ ഇടപെടാതെ സൂക്ഷിക്കണം. നമ്മുടെ പണ്ഡിത കൂട്ടായ്മകളൊക്കെ, പ്രത്യേകിച്ച് സുന്നി ജമാഅത്തിന്റെ ഈ കൂട്ടായ്മകളിലൂടെ പറഞ്ഞ പോലെ ബിൽഹിക്മ എന്നുള്ളത് ഒരു പണ്ഡിത കൂട്ടായ്മയാണ്. പണ്ഡിത കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ അവിടെ വിവരിക്കപ്പെട്ടതുപോലെ തന്നെ പണ്ഡിത ഡിഗ്രിയല്ലേ ഇപ്പൊ നമുക്കറിയുള്ളൂ. നമുക്കതിലുള്ളൂ. കോളേജുകൾ ഓരോരുത്തരും ഇവരൊക്കെ യോഗ്യരാണ്, പണ്ഡിതന്മാരാണ് എന്നല്ലാണ്ട് സർട്ടിഫിക്കറ്റ് നൽകിയാൽ ഓലെ പണ്ഡിതന്മാരാക്കി എടുക്കല്ലാതെ നമുക്ക് മാർക്കൊന്നുമില്ലല്ലോ. നമ്മൾ ഉള്ളു നോക്കിക്കാണ്ട് പാണ്ഡിത്യം നോക്കാനൊന്നും കഴിയില്ലോ. ഉള്ളിപ്പോ പുറത്തുനിന്നൊക്കെ പുറത്തു വരും. എന്നാലും ശരി, പണ്ഡിതന്മാരെന്ന് പറയുമ്പോൾ കാലത്ത് അങ്ങനെ തന്നെ വരിക, കാലത്തിനനുസരിച്ച പണ്ഡിതന്മാർ. ആ പണ്ഡിത കൂട്ടായ്മകളാണ് ഇതൊക്കെ. അതിൽപ്പെട്ട ഒന്നാണ് ഇപ്പൊ നമ്മൾ ഈ സമ്മേളിച്ചിരിക്കുന്ന ബിൽഹിക്മ. ഈ ബിൽഹിക്മ എന്നുള്ളത് ആകണ്ടയില്ല. വഹബികൾ എന്ന് പറയുന്നവരെ കൃത്യമായിട്ട് വഹബിയയുമായി ബന്ധപ്പെട്ടവർക്ക് ഒരു സംഘടനാ സംവിധാനം നിലവിലുണ്ട്. ബാക്കവികൾ എന്ന് പറഞ്ഞ കൂട്ടര് അവർ പരിമിതരായി ഒരു കൂട്ടർ പല സംവിധാനങ്ങളും അവർക്കുണ്ട്. പല സംഘങ്ങളുടെ കീഴിലും ബാക്കവിമാർക്ക് കൂട്ടായ്മകളുണ്ട്. ആ കൂട്ടായ്മയിൽ അതിലൊന്നും പെടാത്തൊരു കൂട്ടായ്മയില്ലേ സുന്നി ജമാഅത്തിന് കിട്ടുള്ളൂ. ആ നിലക്ക് അവർക്കൊരു കൂട്ടായ്മ അതിലേറെ വിശാലമായി വികസിപ്പിക്കാവുന്നതാണ്. ഡിഗ്രി ഉള്ള മറ്റെല്ലാ പണ്ഡിതന്മാരും, ഈ ഡിഗ്രി ഉള്ളവർ എന്ന് പറഞ്ഞ ഷർത്തൊന്നും അല്ല, ഡിഗ്രി ഉള്ളവരോ സമാനരോ ആയിട്ടുള്ള മറ്റെല്ലാ പണ്ഡിതന്മാർക്കും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി, ഇസ്ലാമിന് വേണ്ടി, ദീനിനു വേണ്ടി സംഘടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കൂട്ടായ്മയാണ് ഈ ബിൽഹിക്മ എന്നുള്ള കൂട്ടായ്മ. ഈ കൂട്ടായ്മകളിലൊക്കെ ഉള്ള ഉലമാക്കന്മാർ പരമാവധി ആ ഉലമാക്കന്മാരെ ഇത്തരം സദസ്സുകളിലൂടെ ഇനി വേറെയും അവരുടെ കഴിവ് വെച്ച് ആ സംഘടനാ ബലം വെച്ച് സംഘടനാ സംവിധാനത്തിൽ അവർക്ക് നൽകേണ്ട തരത്തിലുള്ള വിവരങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ നൽകാൻ പറ്റുന്ന ഓരോ സംവിധാനങ്ങളാണ് നമ്മളിപ്പോൾ ഒരുക്കി വരുന്നത്. അതിന്റെ ഭാഗമായി നമ്മളും ഉണരേണ്ടത് കാലത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ ഈ വെല്ലുവിളികളെ കുറിച്ചുള്ള നല്ല ധാരണ നമുക്കുണ്ടാവുകയും ആ വെല്ലുവിളികളെ നേരിടാൻ ഈ ദീൻ എന്നാണോ അല്ലാഹു തആല സമർപ്പിച്ചതെന്ന് വെച്ചാൽ അന്നൊക്കെ തന്നെ അതിന്റെ കൂടെയുണ്ട്. നമ്മൾ ഓരോ കാലത്തും പരിശോധിച്ചു നോക്കി, നമ്മൾ കിതാബുകൾ വെച്ച് നോക്കിയാൽ തന്നെ ഓരോ കാലത്തും വരുന്ന പണ്ഡിതന്മാര് നമുക്ക് വരച്ചു തരുന്നത് പല വിധത്തിലാണല്ലോ. കാലികമായി തന്നെയാണ് ഒരു കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് മനസ്സിലാക്കുക. പിന്നീട് അത്യാവശ്യം വരാനുള്ളതൊക്കെ വന്നിന്റെ ആവർത്തനം തന്നെ ഇനി വരാനുള്ളൂ എന്നെത്തുമ്പോൾ മനുഷ്യബുദ്ധിക്ക് ഒരു കണക്കുണ്ടല്ലോ. ആ ബുദ്ധി പോയി എങ്ങനെ എത്തുകയെന്ന്. ആ എത്തുന്നതിന്റെ പാരമ്യത്തിലെത്തിയിട്ട് ബിദ്അത്തിന്റെ ചിന്തകൾ, അതാണല്ലോ അകത്ത് നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ടത്. ഈ ബിദ്അത്തിന്റെ ചിന്തകൾ എത്തിയാൽ എത്രത്തോളം എത്തുന്നറിയാം. ആ എത്തുന്നതിന്റെ പാരമ്യത്തിലെത്തിയിട്ടാണ് അഹ്ലുസുന്നത്തിന്റെ ജമാഅത്തിന്റെ അഖീദകൾ കോടീകൃതമായതും അതിന് സമർത്ഥിക്കപ്പെട്ടതും അതിന് വേണ്ടുന്നതെല്ലാം ഒരുക്കിയതും. ആ ഒരുക്കിയതിന്റെ ശേഷമുള്ളതാവട്ടെ മേലാൽ വരുന്ന ബിദ്അത്തിന്റെ ആവർത്തനങ്ങളായിരിക്കും അധികവും.
പക്ഷെ പുതിയ ശൈലിയിൽ അവതരിപ്പിക്കുമ്പോൾ പുതുമ നമുക്ക് തോന്നിയാൽ പോലും അതിനെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ട തരത്തിലുള്ള സുശക്തമായ ഒന്നാണ് നമുക്ക് നൽകപ്പെട്ട നമ്മുടെ അഖീദ. ആ അഖീദ വെച്ചുകൊണ്ട് പഠിക്കാനും ഈ അഖീദയുടെ പ്രഥമ ഭാഗമായ ഈമാനിന്റെ ഭാഗത്തെയും കാഫിറായി പോകുന്ന ഭാഗത്തിനെതിരിലുള്ള ഇസ്ലാം ദീനിന്റെ പ്രതിരോധത്തെയും കൃത്യമായി മനസ്സിലാക്കാനും ദീനിനെ അതിന്റെ അടിത്തറ കൊണ്ട് തന്നെ സ്ഥാപിക്കാനും പറ്റുന്ന ആ അടിത്തറകൾ സ്ഥാപിക്കാവുന്ന പ്രമാണങ്ങൾ നമ്മുടെ അഖീദയിൽ വിവരിച്ചിട്ടുള്ളതൊക്കെ വളരെ കൃത്യമാണ്. അതിന് വേണ്ടത് കാലികമായി ശത്രുക്കൾ പുതിയ രീതിയിൽ വരുമ്പോൾ പുതിയ രീതിയായി ബന്ധപ്പെടുത്തി കൃത്യമാക്കി അതിനെ കൊണ്ട് ഉപയോഗപ്പെടുത്തലാണ്. നമുക്കതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നല്ല ഗഹനമായ പഠനം തന്നെയാണ്, ആഴത്തിലുള്ള പഠനം. നമുക്കനുയോജ്യമായി എല്ലാവർക്കും അനുയോജ്യമായി അത് പണ്ഡിത കൂട്ടായ്മകളാവുമ്പോൾ ആ കൂട്ടായ്മകളിൽ അവർ മാത്രമായി ഇരുന്നു കൊണ്ട് ചർച്ച ചെയ്യുമ്പോഴും ഇത്തരം പൊതുവേദികളല്ല, അവർക്ക് മാത്രമായി ഉണ്ടാകുന്ന വേദികൾ അവർക്ക് തന്നെ സംശയം തീർത്തുകൊണ്ട് മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ പറ്റുന്ന തരത്തിൽ വരുമ്പോൾ കുറേയൊക്കെ കാലത്തിനനുസരിച്ച് വെല്ലുവിളികളെ നേരിടാനുള്ള ശക്തിയും അതിനുള്ള കഴിവുമൊക്കെ വർത്തമാനകാലത്തെ പണ്ഡിതന്മാർക്ക് വരും. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിന് വെച്ചിരിക്കുന്നത് ആ ദീനിന്റെ എല്ലാ ആളുകൾക്കും ആ ദീനിനെ നിലനിർത്താൻ വേണ്ട ശക്തിയൊക്കെ കൊടുത്തുകൊണ്ടല്ല. അത് പണ്ഡിതന്മാർക്ക് കാണാനോ അങ്ങനെ തന്നെയാണ്. നമ്മൾ പണ്ഡിതന്മാർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ചിത്രത്തിൽ ഓടി വരുന്നവരല്ല, ആരെങ്കിലും ആയിട്ട് അള്ളാഹുവിന്റെ ദീനിന് ലോകത്തിന്റെ ഏത് ഭാഗത്ത് നോക്കിയാലും എല്ലായിടത്തും നോക്കിയാലും എല്ലാം തിരിയുന്ന കാലമാണല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് നോക്കിയാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അശ്അരി സരണയിൽ ആ അശ്അരി സരണയെ സമ്പുഷ്ടമാക്കിക്കൊണ്ടിരിക്കുന്ന വിവിധ സംഘടിത കൂട്ടായ്മകൾ കാണാം. സംഘടിത കൂട്ടായ്മകളിലെങ്കിൽ ഒറ്റപ്പെട്ട വലിയ വലിയ പണ്ഡിതന്മാരെ കാണാം. അവരൊക്കെ നമുക്ക് ബോധ്യപ്പെടും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുണ്ട്. അത്തരം ആളുകളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ ഈ ദീനിനെ നിലനിർത്താൻ ഏത് ഭാഗത്തുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനം ഒരുക്കിയിട്ടുണ്ട് നമുക്ക് കാണാം. അത് കേരളത്തിലും അള്ളാഹുവിന്റെ മഹത്വം കൊണ്ട് ഫضല് കൊണ്ട് നടക്കും. കാരണം 4 പണ്ഡിത സംഘടനകൾ ഇവിടെ ഉണ്ടല്ലോ. 4 പണ്ഡിത സംഘടനകൾ സുന്നത്ത് ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിത സംഘടനകൾ ദീനിനെ മൊത്തമായി സംരക്ഷിക്കുന്നതിനുള്ള പണ്ഡിത സംഘടനകൾ തന്നെയാണ്. ഈ 4 പണ്ഡിത സംഘടനകൾക്കകത്തും ആലിമീങ്ങളുണ്ട്. എല്ലാവരും ഓരോരുത്തരെ പറഞ്ഞിട്ടെങ്കിലും കൂട്ടമായിട്ട് ആലിമീങ്ങളുണ്ട്. ആ ആലിമീങ്ങളെ കൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിർത്തും. വല്ലാതെ നമ്മൾ പേടിക്കേണ്ടതൊന്നുമില്ല. പക്ഷെ പുറത്തിറങ്ങി ഓരോരോ തരത്തിലുള്ള വെല്ലുവിളികളും സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുന്ന ബഹളങ്ങളും അതിൽ കാണുന്ന വാഗ്വാദങ്ങളും സംവാദങ്ങളും അതിലൊക്കെ ഇടപെടാനും അതിലൊക്കെ ഇറങ്ങാനും ഉലമാക്കന്മാർ തയ്യാറാകണമെന്നില്ല. അതുകൊണ്ട് കാര്യമല്ല. അങ്ങനെ വരുമ്പോൾ അതിന് പറ്റിയ ആൾക്കാർ അതിലൊക്കെ ഉണ്ടാവും. എന്നാലും ഉണ്ട്. എങ്ങനെ വന്നാലും ചർച്ചകളിൽ ഈ ദീനിനെ അതിജയിക്കാൻ ആർക്കും കഴിയില്ല എന്നത് ഈ ദീനിന്റെ കൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിട്ടുള്ള ഒരു വെളിച്ചമാണ്, ഒരു സൗഭാഗ്യമാണ്. ആ സൗഭാഗ്യം നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി. നമുക്കൊന്നും വരില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. പക്ഷെ 1 or 2 ചെറിയ പ്രശ്നങ്ങൾ കാണുമ്പോൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. ഉഹുദ് യുദ്ധം എന്നൊക്കെ പറയുന്നതൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മളെ ഭാഗത്തിൽ നിന്ന് വല്ലതൊക്കെ വരുമ്പോൾ പരീക്ഷണാർത്ഥം അല്ലാഹു തആല നൽകുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ആ സംഭവങ്ങൾ ഇവിടെയും വരും. അള്ളാന്റെ റസൂലിന്റെ കാലത്ത് റസൂലുള്ള പങ്കെടുത്തിട്ടില്ലല്ലേ അങ്ങനെ സംഭവിച്ചോക്കെ. ഉഹദ് യുദ്ധം എന്നൊക്കെ പറയുന്ന ചരിത്രം നമുക്ക് വേണമല്ലോ മുന്നിൽ. ഹുനൈൻ, ഉഹദ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ മുന്നിൽ വേണം. അപ്പൊ അങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ പെട്ടെന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നിടത്ത് നമുക്ക് ദോഷം വരുമ്പോൾ, നമ്മുടെ ഭാഗത്ത് നിന്ന് വീഴ്ചകൾ വരുമ്പോൾ ആ വീഴ്ചകൾ ഉണർത്താൻ ചില സമയത്ത് ചില പരീക്ഷണങ്ങളൊക്കെ നമുക്ക് വന്നേക്കാം. അത്തരം പരീക്ഷണങ്ങൾ കണ്ട് നമ്മൾ പതറേണ്ടതില്ല, നമ്മൾ ഭയപ്പെടേണ്ടതുമില്ല, നമ്മൾ ഒരിക്കലും പരിഭ്രമിക്കേണ്ടതുമില്ല. ഈ ദീനിന് ഒരു ചുക്കും സംഭവിക്കില്ല. നിങ്ങൾ ഒറ്റൊന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഖുർആനിന്റെ വെല്ലുവിളി നേരിടാൻ ഇന്ന് വരെ ഖുർആനിന്റെ വൈരികൾ എത്രമേൽ ലോകത്തെമ്പാടും ഉണ്ടായിട്ടും ഒരു സൂറത്ത് കൊണ്ടുവരികയെന്ന് പറഞ്ഞാൽ അതൊന്നും നേരിടാൻ ഇന്ന് വരെ ആർക്കും സാധിച്ചിട്ടില്ലല്ലോ. സാധിച്ചിട്ടില്ല. എവിടെയെങ്കിലും കേൾക്കണം നോക്കണ്ട, എവിടെയെങ്കിലും കേൾക്കുന്നില്ല. കൊണ്ടുവരാൻ കഴിക്കണമെങ്കിൽ വെല്ലുവിളി നേരിടാൻ തയ്യാറായി ഒരു സംഘമോ ഒരു വ്യക്തിയോ മുന്നോട്ട് വരണം. വിലാസത്തോടുകൂടെ ആളോടുകൂടെ തയ്യാറായിട്ട് വ്യക്തമായിട്ട് വരണം. അങ്ങനെ ഇന്ന് വരെ ആരും വന്നിട്ടില്ല. അപ്പൊ അത് മനസ്സിലാക്കിയാൽ മതി. അള്ളാഹുവിന്റെ ദീനിന്റെ ആ ഇസ്സത്ത്,
അതൊരു ഇസ്സത്ത് തന്നെയാണ് അള്ളാഹുവിൻ്റെ. ആ ഇസ്സത്തുള്ള ദീനിലാണ് നമ്മളുള്ളത്. അള്ളാഹു നമ്മെ നിർത്തിയത് സൗഭാഗ്യമാണ് നമുക്ക് അള്ളാഹു താല തന്നത്. നമ്മളൊന്നും മനസ്സിലാക്കി വന്നൊന്നുമല്ല. പക്ഷേ നമ്മൾ നമ്മുടെ മാതാപിതാക്കളിലൂടെ വന്നിരിക്കുന്ന ഈ ദീൻ അത്ര പ്രതാപമുള്ള ദീനാണ്. ആ പ്രതാപമുള്ള ദീനിന്റെ ഭാഗമായി നിൽക്കാൻ കഴിഞ്ഞതാണ് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം. ആ അനുഗ്രഹം അതേപോലെ നിലനിർത്താൻ നമ്മളോട് കൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളാണ് നമ്മൾ നിലനിർത്തേണ്ടത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഉലമാക്കളെ സംബന്ധിച്ചിടത്തോളം ഉലൂമുശ്ശറഇ മുഴുവൻ അവർ നിലനിർത്തുക എന്നുള്ളതാണ്. ഉലൂമുശ്ശറഇ മുഴുവൻ അവർ നിലനിർത്തുക. ശറഇന്റെ ഇൽമുകൾ ഫിഖ്ഹും അഖീദയും തഫ്സീറും ഹദീസും ഫിഖ്ഹും എന്നല്ലേ? അപ്പൊ തഫ്സീറും ഹദീസും ഫിഖ്ഹും ഉൾക്കൊണ്ടിട്ടുള്ള ഇൽമ എന്താണോ ആ ഇൽമുകൾ പരിപൂർണമായും നമ്മൾ നിലനിർത്തുമ്പോൾ അതതിൻ്റെ വകുപ്പനുസരിച്ചാകണം കൈകാര്യം ചെയ്യൽ. മദ്ഹബിന്റെ കാര്യങ്ങൾ ഷാഫികളും ഹനഫികളും തമ്മിൽ തർക്കിച്ചിട്ട് തീരൂല. അപ്പൊ അതിനെന്താ വെച്ചിരിക്കുന്നത്? അതിനൊരു മാർഗമല്ല. നിങ്ങൾ ഹനഫിയാണ്, നിങ്ങൾക്ക് അതാണ് സത്യം. ഞാൻ ഷാഫിയാണ്, എനിക്കതാണ് സത്യം. ഞാൻ മാലിക്കാണ്, മാലിക്ക് അതാണ് സത്യം. ഹംബലിയാണ്, അതാണ് സത്യം എന്നറിയലാണ് പരസ്പര വൈരുദ്ധ്യമുള്ള മസാല വിഷയങ്ങളിൽ പോലും സംവാദ രീതി. അല്ല, എന്റെ മദ്ഹബിനെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തണമോ? ഞാൻ ബോധ്യപ്പെടുത്താം, ഞങ്ങളെ പ്രമാണം പറഞ്ഞ് ബോധ്യപ്പെടുത്താമെന്ന് ചിന്തിക്കാൻ ഷാഫി മദ്ഹബ് എപ്പോഴും പരിപൂർണമായും ഉഷാറാ. ഹാഫി മദ്ഹബിന്റെ പണ്ഡിതന്മാർ ഏത് സമയത്തും എവിടെയും പോയിട്ടുമില്ല. പിന്നെ ഹനഫികളും ഷാഫികളും തമ്മിലൊക്കെ സംവാദങ്ങളൊക്കെ അകത്തല്ലേ സംവാദം ഉണ്ടാകുക. അകത്ത സംവാദങ്ങളൊന്നും നടക്കും. അത് മറ്റു മദ്ഹബുകാരുടെ അടുത്ത് നടക്കും. പക്ഷെ അത് തെറ്റേണ്ടതില്ല, കാഫിറാക്കേണ്ട പ്രശ്നമില്ല, ബിദ്അത്ത് ആരോപണമില്ല. ഇപ്പൊ പറ്റിപ്പോകുന്ന ഏറ്റവും വലിയൊരു അബദ്ധം അതാ. ഒരു ഫിഖ്ഹി മസ്അലയിൽ രണ്ട് പക്ഷം അഭിപ്രായ വ്യത്യാസം അപ്പുറത്തും വന്ന ഓൻ പേച്ചാളാണ്, ഓൻ ബിദ്അത്തുകാരനാണ്, ഓൻ വഹാബിയാണ്, ഓൻ ഇപ്പറാണ് എന്ന് പറഞ്ഞു. ഇങ്ങനെ പിഴവ് വന്നിട്ടുണ്ട്. 4 മദ്ഹബിനെയും ഉൾക്കൊള്ളാൻ വിശാലമാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅ. 2 വിശ്വാസ സരണിയും ഉൾക്കൊള്ളാൻ പര്യാപ്തമാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅ. ഇത് ഉണ്ടായാലല്ലേ നമ്മൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅ ആവുള്ളൂ. ഈ ഒരു കാര്യം നമ്മൾ വിസ്മരിച്ചു പോവുകയാണ്. 4 മദ്ഹബുകളെയും സത്യമാണെന്ന് വിശ്വസിക്കണമല്ലോ അഹ്ലുസുന്നത്ത് വൽ ജമാഅ. പരസ്പര വിരുദ്ധമായ വിഷയങ്ങൾ ഒന്നെന്നല്ലേ സത്യം ഉണ്ടാവുള്ളൂ. പക്ഷേ ആപേക്ഷികമായി സത്യമെന്ന് വിചാരിച്ചും വിശ്വസിച്ചും അത് കൈക്കൊള്ളാനുള്ള അംഗീകാരം ശറഅ് നൽകുന്നു എന്നല്ലോ. അത് സത്യമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിയമപരമാണ്. നിയമപരമായിട്ടുള്ള ഈ 4 മദ്ഹബുകളും വിശാലമായി കൈക്കൊള്ളുന്ന രീതി നമുക്ക് മനസ്സിലാക്കണം. ആ ഒരു ഹൃദയ വിശാലത നമ്മുടെ പൂർവ്വകാല ഉലമാ പുലർത്തിയിരുന്നു. ഇന്നും കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമായുടെ ഉലമാക്കൾ അത് പുലർത്തി പോരുന്നുണ്ട് എന്ന് നമുക്ക് നോക്കിയാൽ ബോധ്യപ്പെടും. ഓരോ മരിച്ചതിന്റെ ശേഷമുള്ള ഓരോ അനുസ്മരണ കുറിപ്പുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കി ഒറ്റക്ക് ഓരോരുത്തരുടെ സ്വഭാവം അപ്പോഴല്ലേ തിരിക. അങ്ങനെ ഓരോരുത്തർ പറഞ്ഞാൽ എല്ലാ വിഭാഗക്കാരായിട്ടും അങ്ങനെയായിരുന്നു, എല്ലാ വിഭാഗക്കാരായിട്ടും ഇങ്ങനെ. ഇതൊരു ആ മൂല്യനെ മാത്രം പറ്റി അതല്ല, പഴയകാല പൂർവ്വ ഉലമാവിന്റെ മുഴുവൻ സ്വഭാവം തന്നെയാണിത്. ഫിഖ്ഹിയായ കാര്യങ്ങളുള്ള തർക്കം നിലനിൽക്കാനാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ളത്. അതിനപ്പുറം വാദപ്രതിവാദം നടത്തേണ്ട ഒരു വിഷയമല്ല. അത്തരം വാദപ്രതിവാദം നടത്തേണ്ട ഒരു വിഷയമല്ല. അത് അകത്തുള്ള സംവാദങ്ങളാണ്. അതിന്റെ ന്യായാന്യായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ബിദ്അത്തും സുന്നത്തുമാണെങ്കിൽ ബിദ്അത്ത് പിഴവാണ്, അത് വിശ്വാസത്തെറ്റാണ്. സുന്നത്ത് വിശ്വാസത്തിലെ ശരിയാണ്, ആ ശരിക്കെതിരുള്ള പിഴവാണ് എന്ന് സമർത്ഥിക്കാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ട ഖണ്ഡിതമായ പ്രമാണങ്ങൾ നമ്മൾ സ്വായത്തമാക്കുകയും അത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പരിശീലിക്കുകയും പരിചയപ്പെടുകയും ഉറപ്പിക്കുകയും വേണം. അതൊക്കെ ഈ സമൂഹത്തിൽ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നടന്നു വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ കയ്യിൽ ഉപയോഗിക്കുന്ന, നിങ്ങൾ എടുത്തുപയോഗിക്കുന്ന, നിങ്ങൾ സർവദാ ഉപയോഗിക്കുന്ന സാമൂഹിക മാധ്യമങ്ങൾ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ, അതിലൊക്കെ ബഹളങ്ങൾ കാണുമ്പോൾ നമ്മൾ ബേജാറാകാണ്. അങ്ങനെ ബേജാറാകേണ്ട ഒരു വിഷയമില്ല. അതുകൊണ്ടൊന്നും ഇതൊന്നും ആവൂല, ഒരാടി വലിയലും ഇതിന് സംഭവിക്കൂല എന്നുള്ള ഒരു ശരിയായ വിശ്വാസം നമുക്ക് വേണം. അതാണ് ഞാൻ തുടക്കം പറഞ്ഞത്. ജാഹിലിയത്തിന്റെ എല്ലാ നിലയിലുമുള്ള ഇരുട്ടുകളും വ്യാപകമായ ശേഷമാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ദീൻ, നമ്മുടെ സമ്പൂർണ്ണ ദീൻ അവതരിച്ചിട്ടുള്ളത്. ആ ജാഹിലിയത്തിനെ എല്ലാം വെളിച്ചം കൊണ്ട് തന്നെ ജ്വലിപ്പിക്കാനും ആ ജാഹിലിയത്തെ ഇരുട്ടുകളെ ഭേദിക്കാനും കഴിയുന്ന വെളിച്ചമാണ് പരിശുദ്ധ ദീനെന്ന് അള്ളാഹും റസൂലും പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രമാണങ്ങളൊക്കെ അതിന്റെ പൂർണ്ണ ജ്വാലയോടെ ശേഷിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പിൽക്കാലത്ത് വന്നവർക്ക് ഞാനിപ്പോ ഇങ്ങനെ പുതിയത് വായിച്ചു നോക്കുമ്പോൾ വളരെ സന്തോഷമാണ്. കാലികമായി വരുന്നതിലൊക്കെ പുതിയ വിവരങ്ങൾ ഇങ്ങനെ കാണാം. അഖീദന്റെ വിവരമാവട്ടെ,
മറ്റേത് വിവരമാവട്ടെ പുതുതായി വരുന്ന നമ്മൾ കരുതുന്നൊന്നുമില്ല. അങ്ങനെയല്ല, കിതാബുകൾ പുതിയ വരുന്ന ഇങ്ങനെ നോക്കുമ്പോൾ ജോറിൽ നല്ല ഇങ്ങനെ വരികയാണ്. കാരണം കാലികമായി വരുന്ന പ്രശ്നങ്ങളെ കാലികമായി അവതരിപ്പിക്കുന്ന പണ്ഡിതന്മാര് എല്ലായിടത്തുമുണ്ട്.